പത്തനംതിട്ട റാന്നി തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ 75 ദിവസം നീണ്ടു നിൽക്കുന്ന ശബരിമല സേവന കേന്ദ്രവും സൗജന്യ അന്നദാനവും ആരംഭിച്ചു. സേവന കേന്ദ്രം മുൻ MLA രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ധർമ്മ പരിഷത്ത് ചരിത്രപരമായ സേവനമാണ് ശബരിമല തീർത്ഥാടകർക്ക് അനേക വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയ്ക്കും നിലയ്ക്കലിനും പുറത്ത്, എരുമേലിക്കും പുറത്ത് തീർത്ഥാടകർക്ക് ഏറ്റവും വലിയ സേവനം നൽകുന്ന ഒരു സേവന കേന്ദ്രമാണ് നമ്മുടെ റാന്നിയിൽ പ്രവർത്തിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന ധർമ്മപരിഷത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. അനേക വർഷങ്ങളായി ഈ കേന്ദ്രത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ തിരുമേനിയുടെ അസാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളാണ്. ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തെ സഹായിക്കുവാൻ റാന്നിയിലെ നല്ലവരായ ധാരാളം ആളുകൾ ഇതിന് സ്പോൺസർഷിപ്പും മറ്റ് അന്നദാനത്തിന് വേണ്ട സാധനങ്ങൾ നൽകുവാൻ എല്ലാം തയ്യാറായി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി താലൂക്കിൽ തന്നെ അതിൻ്റെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സേവന കേന്ദ്രത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് MLA എന്ന നിലയിൽ പ്രവർത്തിച്ച 25 വർഷവും നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഞാൻ തന്നെയാണ് 96-ൽ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ മാസ്റ്റർ പ്ലാൻ ഇന്ന് ഏതാണ്ട് പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടത്താവളങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതുൾപ്പെടെ അനേക കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ശബരിമലയ്ക്ക് വേണ്ടി, തീർത്ഥാടകർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം, അതിൻ്റെ ചൈതന്യം തീർച്ചയായിട്ടും ഈ നാടിനാകെ ലഭിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ഈ കേന്ദ്രം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി രാജേഷ് ആനമാടം അധ്യക്ഷത വഹിച്ചു. 30-35 വർഷമായിട്ട് എല്ലാ വർഷവും സീസൺ കാലയളവിൽ ഇതുവഴി കടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനം, ദാഹജലം, വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിക്കൊണ്ടുള്ള സേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം 75 ദിവസമാണ് ഇവിടെ നീണ്ടു നിൽക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ എല്ലാ സനാതനധർമ്മ വിശ്വാസികളുടെയും അകമഴിഞ്ഞ സഹകരണങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് പൂർവാധികം ഭംഗിയായി ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ജഗദമ്മ രാജൻ സ്വാഗതം പറഞ്ഞു. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ 25 വർഷക്കാലമായിട്ട് നടക്കുന്ന സേവന കേന്ദ്രമാണ് ഇന്നിവിടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ റാന്നി വഴി കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് അന്നദാനം, ശുദ്ധജലം, അതുപോലെ തന്നെ വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ നൽകി കൊടുക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ഈ അന്നദാനത്തിൽ പങ്കുചേരാറുണ്ട്. അതുപോലെ തന്നെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പങ്കേങ്കി സ്വീകരണത്തിന് നമ്മളിവിടെ സ്വീകരണം കൊടുക്കുകയും ആയിരക്കണക്കിന് അയ്യപ്പന്മാരെത്തി അവർക്ക് നമ്മൾ കഞ്ഞി നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടന്നു പോകുന്നത്. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു റജി നമ്മുടെ റാന്നിയിലെത്തുന്ന നമ്മുടെ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ സേവാ കേന്ദ്രം പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി 25 വർഷത്തിന് മേലായി ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഓരോ വർഷവും ഇത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ്.
ഇതിന് ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷകരമായ കാര്യമാണ്. NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് MA ഗോപാലൻ നായർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR പ്രസാദ്, രവീന്ദ്രൻ നായർ നാലുകെട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സൗജന്യ അന്നദാനവും കുടിവെള്ള വിതരണ ഉദ്ഘാടനവും നടത്തി. നാളെ ഈ സൈഡ് എല്ലാവരെയും മലയാളം ന്യൂസ് റാന്നി.